ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മൾ കൈത്താക്കാലത്തിൻ്റെ 4-ാം ഞായറിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഞായറാഴ്ച നമുക്ക് ദൈവ വചനമായി സഭാമാതാവ് നൽകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. ആ തിരുവചനത്തിൻ്റെ തലക്കെട്ട് തന്നെ പാരമ്പര്യത്തെക്കുറിച്ച് തർക്കം എന്നതാണ്. ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ അവിടെ മനോഹരമായ ഒരു വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരത്താണ്. നമുക്കറിയാം, ഈശോ മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ സുവിശേഷകൻ അപ്പത്തിൻ്റെ അപ്പം വർദ്ധിപ്പിക്കുന്നതിൻ്റെയും വെള്ളത്തിൻ്റെ മീതെ നടക്കുന്ന ഈശോയും അതിനുശേഷം അനേകരെ സുഖപ്പെടുത്തി അനേകർക്ക് നന്മ ചെയ്യുന്നു വരുന്ന ഈശോയെയും കുറിച്ച് പറഞ്ഞതിന് ശേഷം ഈശോയുടെ പ്രീതിയിൽ അസൂയ പൂണ്ട മത നേതാക്കന്മാർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രവൃത്തിയെ അദ്ദേഹം സന്നിധനായിരിക്കുന്ന ആ സമൂഹത്തിൽ ആ ഭവനത്തിൽ നടന്ന ഒരു പ്രവൃത്തിയെയാണ് അവർ വിഷയമാക്കുന്നത്. വിശുദ്ധ പാരമ്പര്യവും വചനവുമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. എല്ലാ പാരമ്പര്യങ്ങളും നന്മയാണ്. അത് ദൈവത്തിലേക്കും മനുഷ്യനിലേക്കും നമ്മുടെ ബന്ധങ്ങളെ വളർത്തുമ്പോൾ, നമ്മുടെ ആത്മീയതയ്ക്ക് അത് ഉണർവ് തരുമ്പോൾ എല്ലാ പാരമ്പര്യങ്ങളും നല്ലതാണ്. എന്നാൽ ദൈവവചനത്തിന് ഉചിക്കാത്ത, ദൈവത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാത്ത, മനുഷ്യരെ നിന്ന് നമ്മളെ അകറ്റുന്ന എല്ലാ പാരമ്പര്യങ്ങളും ഈശോയെപ്പോലെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും അർത്ഥമില്ലാത്ത അനുഷ്ഠാനങ്ങളിൽ മുങ്ങിപ്പോകുന്ന ഒരു തലമുറയാണോ നമ്മളെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആഘോഷകരമായ തിരുനാൾ നടത്തുമ്പോൾ ബാഹ്യമായ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാനും, മറിച്ച് ആത്മീയമായി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതെന്ത് നന്മയുണ്ടാക്കി എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമുക്ക് ഫലവത്താണോ രക്ഷാകരമാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം ഇതാണ്: എൻ്റെ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. ഞാനും നിങ്ങളുമൊക്കെ അധരം കൊണ്ട് ദൈവത്തെ വാഴ്ത്തുകയും ദൈവസ്തുതികൾ പാടുകയും ചെയ്യുന്നവരാണ്. കൂദാശകളിൽ പങ്കെടുക്കുമ്പോഴും ധ്യാനങ്ങളിൽ പങ്കെടുക്കുമ്പോഴും പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കുമ്പോഴുമൊക്കെ ദൈവത്തെയും ദൈവമഹത്വത്തെയും വാഴ്ത്തിപ്പാടുന്നവരാണ്. എന്നാൽ എൻ്റെ ഈ അധരവ്യായാമം ഞാൻ പഠിച്ചു കേട്ട ബുദ്ധിയിൽ നിന്നുള്ള അധരവ്യായാമങ്ങളായി മാറുന്നുണ്ടോ? മറിച്ച് ബോധ്യത്തോടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളാണോ ഞാൻ ഉരുവിടുന്നത്? സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞാണോ ഞാൻ ജീവിക്കുന്നത്? ഞാൻ ഉരുവിടുന്ന ദൈവസ്തുതികൾ എൻ്റെ അനുദിന ജീവിതത്തിൽ എപ്രകാരമാണ് എന്നെ വളർത്തുന്നത്? മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, എന്നോട് തന്നെയുള്ള ബന്ധത്തിൽ, ഈ പ്രകൃതിയോടുള്ള എൻ്റെ സംവാദനത്തിലൊക്കെ ഈ പ്രാർത്ഥനകളും ഉരുവിടുകളൊക്കെ സ്വാധീനിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തെ ഒരുപിടിയും കൂടെ വളർത്താൻ ഞാൻ ഉരുവിടുന്ന പ്രാർത്ഥനകൾ, ഞാൻ കേൾക്കുന്ന വചനങ്ങൾ, എൻ്റെ സംസാരങ്ങളൊക്കെ ഉതകുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നതെന്ന് മത്തായി ശ്ലീഹ 12-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹൃദയം ദൈവസ്നേഹത്താൽ, സഹോദര സ്നേഹത്താൽ നിറഞ്ഞാൽ മാത്രമാണ് എൻ്റെ അധരങ്ങളിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഭാഷണങ്ങൾ ഉണ്ടാവുകയുള്ളൂ, സ്നേഹത്തിൻ്റെ ദൈവസ്തുതികൾ ഉണ്ടാവുകയുള്ളൂ. മറിച്ച് ഞാൻ കേട്ടുപഠിച്ച, വേദപാഠ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ച, ഞാൻ പള്ളികളിൽ പോയി കേട്ടുപഠിച്ച ദൈവസ്തുതികൾ ബോധ്യമില്ലാതെ ഹൃദയത്തിലിറങ്ങാതെ ഉരുവിട്ടുമ്പോൾ ഞാൻ ഈ വചനമനുസരിച്ച് എൻ്റെ ജീവിതത്തെ വിചിന്തനം ചെയ്യേണ്ട ഒരു വ്യക്തിയായി മാറുന്നു എന്ന് നാം തിരിച്ചറിയണം. നാം ചെല്ലുന്ന പ്രാർത്ഥനകൾ ബോധ്യത്തോടു കൂടിയാണോ നാം ചെയ്യുന്നത്? നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവം എന്താഗ്രഹിക്കുന്നു അതുപോലെ ചെയ്യാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? ദൈവം 10 കൽപ്പനകൾ നൽകിയെങ്കിൽ ആ കൽപ്പനകളെയൊക്കെ വിശുദ്ധമായി സ്വീകരിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ കൽപ്പനകൾ പാലിക്കാനും ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? ഉദാഹരണമായി സാബത്ത് വിശുദ്ധമായി ആചരിക്കണം എന്ന ദൈവകൽപ്പന, കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഞായറാഴ്ച ആചരണങ്ങൾ എത്രയോ ബലഹീനമാണ്, അത് എത്രയോ ഭാരപ്പെടുന്നതാണ്. വിശുദ്ധമായി ആചരിക്കുന്ന സാബത്ത് ദിനങ്ങൾ ദൈവത്തിലേക്കും മനുഷ്യരിലേക്കുമുള്ള ബന്ധങ്ങൾ വളർത്താനായിട്ട് നമുക്ക് ഉപകരിക്കുന്നില്ല എങ്കിൽ
നമുക്കാവശ്യമായ ഒരു വിശ്രമം കിട്ടാൻ അത് ഉപകരിക്കുന്നില്ല എങ്കിൽ, എൻ്റെ ആത്മാവിനും ശരീരത്തിനും ഉന്മേഷം നൽകാൻ അത് ഉപകരിക്കുന്നില്ല എങ്കിൽ, ആ സാബത്താചരണം ദൈവം ആഗ്രഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പോകുമ്പോൾ അത് അർത്ഥമില്ലാത്ത ആചാരവും അത് ഭാരമേറിയ ഉത്തരവാദിത്വമായി മാറുകയാണ്. ഇതുപോലെ സ്നേഹത്തിൽ ഹൃദയം നിറയുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ദൈവാരാധകരായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമായതുകൊണ്ട് തന്നെ ഞാൻ സ്നേഹത്തിൽ വളരാൻ പരിശ്രമിക്കുമ്പോൾ, സ്നേഹത്തിൽ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ, സ്നേഹ സംഭാഷണം നടത്തുമ്പോൾ, സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അവിടെയൊക്കെ എൻ്റെ ജീവിതം യഥാർത്ഥ ആരാധനയായി മാറുകയാണ്. നമുക്ക് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ ചെന്ന് ചിന്തിക്കാം. എൻ്റെ അധരങ്ങൾ ഉരുവിടുന്നത് എൻ്റെ ഹൃദയത്തിൽ ബോധ്യങ്ങളാവുന്നുണ്ടോ? റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വചനം ഇപ്രകാരം നമ്മൾ അധരം കൊണ്ട് വിശ്വാസം ഏറ്റുപറയണം. അധരം കൊണ്ട് വിശ്വാസം ഏറ്റുപറയേണ്ടതുണ്ട്. ആ വിശ്വാസം ബോധ്യമായിട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് തങ്ങിയിറങ്ങുന്നുണ്ടോ? സ്വസ്ഥമായി അല്പസമയമെങ്കിലും ദൈവസന്നിധിയിൽ ഇരിക്കാൻ എല്ലാ ദിവസവും ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടെ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ഉള്ളിലെ ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ, ദൈവം എൻ്റെ ജീവിതത്തിൽ ചൊരിയുന്ന നന്മകളെ തിരിച്ചറിയാൻ, ആ നന്മയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ, എനിക്ക് തരുന്ന നന്മകൾ മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടുന്നതിൽ ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ എൻ്റെ ആരാധനകൾ, എൻ്റെ സ്തുതികൾ ഈ വചനം പറയുന്നത് പോലെ ഈ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, പക്ഷേ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. നമുക്ക് ഹൃദയവും അധരവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികളായിട്ട് മാറാം. എന്താണോ ഹൃദയത്തിൽ വിശ്വസിക്കുന്നത് അത് തന്നെ ഏറ്റുപറയാൻ, എന്താണോ നമ്മളിപ്പോൾ ബുദ്ധി കൊണ്ട് ഏറ്റുപറയുന്നത് അത് അധരത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, ആഴത്തിലേക്ക് ഇറങ്ങി എൻ്റെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് വയ്ക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ഞായറാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു.